അരികിലരികിൽ നാഥനരികിൽ ഞാനിരുന്നിടും. അതുല്യ സ്നേഹം ഒഴിയുമാ തിരുമൊഴികൾ കേട്ടിടും. ഹൃദയക്കോവിലെന്നു നാഥൻ വന്നിടും നേരം. ഹൃദയ നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. നാഥനെന്നിൽ വാസമാകാൻ ആലയം തീർക്കും. ആലയത്തിൽ എൻ ഹൃദയം മൺചിരതാകും. നാഥനെന്നിൽ വാസമാകാൻ ആലയം തീർക്കും. ആലയത്തിൽ എൻ ഹൃദയം മൺചിരതാകും. നിണമൊഴിച്ച മൺചിരാകും തിരിതെളിച്ചിടും. തെളിയുമാ ചെറു മൺചിരാകിൽ എന്നുയിർന്നാളും. ഹൃദയക്കോവിലെന്നു നാഥൻ വന്നിടും നേരം. ഹൃദയ നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വീപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവസന്നിധിയിൽ കരയുക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. Matthew's Gospel, chapter 2, 17 and 18 verses. Then was fulfilled what was spoken by the prophet Jeremiah. A voice was heard in Ramah, weeping and loud lamentation, Rachel weeping for her children. She refused to be comforted because they are no more. ഇരമയ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് അന്ന് നിവർത്തിയായി. രാമായിൽ ഒരു ശബ്ദം കേട്ടു, ബിലാവും കഠിനവുമായുള്ള കരച്ചിൽ തന്നെ. റാഹേൽ തൻ്റെ മക്കളെക്കുറിച്ച് കരയുന്നു. അവർ ഇല്ലാത്തതിനാൽ അവരെക്കുറിച്ച് ആശ്വാസം കൈക്കൊള്ളുവാൻ അവൾക്ക് മനസ്സു വരുന്നില്ല. ആമേൻ. ഞങ്ങളെ പാറയും വീണ്ടെടുപ്പാറുമായ കർത്താവേ, ഞങ്ങളെ അത്തരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും തിരുസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാദൈവമേ ഞങ്ങളെ സഹായിക്കണം. അവിടെ ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തോത്രം, അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വീപ്പ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവസന്നിധിയിൽ കരയുക. ഇന്ന് പലരും പല കാര്യങ്ങൾക്കായി കരയുന്നവരാണ്. എന്നാൽ ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ആ കണ്ണുനീർ അനുഗ്രഹങ്ങളെ കൊണ്ടുവരും. ജീവിതത്തിൽ സമയം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നഷ്ടപ്പെട്ടു പോയ സമയം ഇനി ഒരിക്കലും തിരിച്ചു പിടിക്കാൻ സാധ്യമല്ല. ഈ നഷ്ടപ്പെട്ട സമയങ്ങളിൽ നാം ദൈവസന്നിധിയിൽ ചിലവഴിച്ച സമയങ്ങളാണ് ഏറ്റവും സന്തോഷവും സമാധാനവും നിറഞ്ഞ സമയം. നമ്മുടെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. എന്നും ചിരിയുടെ കാലമല്ല, കരച്ചിലിൻ്റെ കാലവും കടന്നു വരാം. ജീവിതത്തിൽ കരയാത്തവരായി ആരും തന്നെ ഇപ്പോൾ കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. ജീവിതം കരച്ചിലിനോട് കൂടി ആരംഭിക്കുകയും മറ്റൊരു കൂട്ടക്കരച്ചിലോടുകൂടി അവസാനിക്കുകയും ചെയ്യുന്നതാണ്. ദൈവത്തിൻ്റെ വചനം നാം പഠിച്ചാൽ പല വിധത്തിലുള്ള കരച്ചിലിനെ കുറിച്ച് കാണാൻ കഴിയും. ഒന്നാമതായിട്ട് അമ്മമാരുടെ കരച്ചിൽ. കുറിവാക്യമായിട്ട് നമ്മൾ ആ വചനഭാഗം വായിച്ചു. മത്തായി സുവിശേഷം 2:17-18. ഹെരോദാവ് രാജാവായിരുന്നപ്പോൾ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് അറിയുകയും യേശു രാജാവാകും എന്ന് ഭയപ്പെടുകയും ചെയ്തു. യേശു ജനിച്ചത് എവിടെ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത രാജാവ് രാജ്യത്ത് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. 2 വയസ്സിന് താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയണമെന്ന്.
അമ്മമാർ തങ്ങളുടെ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടി. രാജകിങ്കരന്മാർ അമ്മമാരുടെ മാറിൽ പറ്റിച്ചേർന്ന് കിടന്ന കുഞ്ഞുങ്ങളെ പറിച്ചെടുത്ത് അതിദാരുണമായി വെട്ടിക്കൊന്നു. റാമായിൽ അമ്മമാരുടെ കൂട്ടനിലവിളി ഉയർന്നു. ലോകത്ത് യേശുവിന് വേണ്ടി രക്തസാക്ഷികളായത് ഈ പിഞ്ചു കുഞ്ഞുങ്ങളായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങളെ വെട്ടിക്കൊല്ലുന്നില്ലായിരിക്കാം, എന്നാൽ ഇന്ന് അമ്മമാരുടെ സ്ഥിതി എന്താണ്? മക്കളെ കൊല്ലാതെ കൊല ചെയ്യുകയല്ലേ? എത്ര ഭീകര സംഘടനകളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്നത്. കുഞ്ഞുങ്ങൾ പഠിക്കുവാൻ പോയാൽ തിരിച്ചു വരും വരെ അമ്മമാർക്ക് ഒരു സമാധാനവും ഇല്ല. ആൺകുട്ടികളും പെൺകുട്ടികളും ലഹരിക്കടിമയായി പോകുന്നു. മാതാപിതാക്കന്മാരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കാതെ എന്തും പറയുവാനും പ്രവർത്തിക്കുവാനും മടിയില്ലാത്ത ഒരു സമൂഹമായി കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സമൂഹത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ എന്ന്. കുഞ്ഞുങ്ങളെ തങ്ങളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സ്നേഹവും മായമില്ലാത്ത ഭക്ഷണവുമായ വചനവും കൊടുത്ത് വളർത്തണം. അങ്ങനെയുള്ള മക്കൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവുകയില്ല. തലമുറകൾക്ക് വേണ്ടി കരയുന്ന അമ്മമാരുണ്ടെങ്കിൽ ഒരു നല്ല സമൂഹം ഉണ്ടാകും. രണ്ടാമതായി നാം കാണുന്നത് പരിഹാസം നിമിത്തമുള്ള കരച്ചിലാണ്. ഇയ്യോബ് നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ക്രൈസ്തവ ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് ഇയ്യോബിന്റെ ചരിത്രം. സകലവും നഷ്ടപ്പെട്ട് ഒരു ഓട്ടുപാത്രം മാത്രം സമ്പാദ്യമായിരുന്ന ഇയ്യോബിന്റെ അടുക്കൽ സ്നേഹിതന്മാർ കടന്നു വന്നു. അവർ ഓരോരുത്തരായി ഇയ്യോബിനെ പരിഹസിച്ചു. ഇയ്യോബിന്റെ കുറ്റം കൊണ്ടാണ് ഈ ദുർഗതി വന്നതെന്ന് പോലും അവർ പറഞ്ഞു. അപ്പോൾ ഇയ്യോബ് എന്താ ചെയ്തത്? ഇയ്യോബിന്റെ പുസ്തകം 16:20. എൻ്റെ സ്നേഹിതന്മാർ എന്നെ പരിഹസിക്കുന്നു, എൻ്റെ കണ്ണോ ദൈവത്തിങ്കിലേക്ക് കണ്ണുനീർ പൊഴിക്കുന്നു. പരിഹാസം നിമിത്തം ഇയ്യോബ് മുകളിലേക്കാണ് നോക്കിയത്. മുകളിലേക്ക് നോക്കിയാ കരഞ്ഞത്. കൂടെ ഇരിക്കേണ്ടവർ നിന്ദിച്ച് അകന്നു മാറുമ്പോൾ, വേദനകളിൽ ആളുകൾ പരിഹാസ ശരം തൊടുത്തു വിടുമ്പോൾ മുകളിലേക്ക് മുഖമുയർത്തി കരയണം. മൂന്നാമതായിട്ട് നാം കാണുന്നത് പാവിനിയുടെ കരച്ചിലാണ്. പരീശനാണ് യേശുവിനെ വിരുന്നിന് വീട്ടിലേക്ക് ക്ഷണിച്ചത്. പണം ചെലവിട്ടതും പരീശൻ തന്നെയാണ്. എന്നാൽ യേശുവിന്റെ അനുഗ്രഹം ലഭിച്ചത് പാവിനിയായ സ്ത്രീക്കാണ്. അവൾ അനുതാപമൂർന്ന ഹൃദയത്തോടെ കണ്ണീരൊഴുക്കി യേശുവിന്റെ കാൽപാദങ്ങൾ നനച്ചു, തലമുടി കൊണ്ട് പാദങ്ങൾ തുടച്ചു, ഒരു വെൺകൽ ഭരണി പരിമള തൈലം കൊണ്ടുവന്നു, കാൽ ചുംബിച്ച് തൈലം പൂശി. പാവിനിയുടെ അനുതാപ കണ്ണീർ അവളെ അനുഗ്രഹപാത്രമാക്കി. സഹോദരങ്ങളെ, ദൈവത്തിന് ആവശ്യം നമ്മുടെ പണമോ സമ്പാദ്യമൊന്നും അല്ല, ഹൃദയം ഉരുകിയുള്ള കണ്ണീരാണ്. ദാവീദ് വൈകുന്നേരവും കാലത്തും ഉച്ചയ്ക്കും കരഞ്ഞു. നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കരയുമോ? നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ ദേശത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടി. കർത്താവ് പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഈ ചിന്തകളാൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിന്റെ ഒരു ദിനം കൂടി തന്നതിനായി സ്തോത്രം. ഇന്ന് തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളായ ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ, ഇത്രത്തോളം നിന്റെ ഉള്ളം കയ്യിൽ ഞങ്ങളെ വഹിച്ച് ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിഞ്ഞ് അവിടെ ഞങ്ങളെ മാനിക്കുന്നതിനായി സ്തോത്രം. ദൈവസന്നിധിയിൽ കരയുന്നവരായി, ദൈവസന്നിധിയിൽ എപ്പോഴും ബൈബിളിലെ വിശുദ്ധന്മാരെ പോലെ അവിടെ സന്നിധിയിലായിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ വയലുകളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ബിസിനസ്സിൻ്റെ അതിരുകളെ വിശാലപ്പെടുത്തുന്നതിനായി സ്തോത്രം. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പോയിട്ടുള്ള, പഠനത്തിനായി പോയിരിക്കുന്ന തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹോദരി സഹോദരന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ വേദനിച്ച് നുറുങ്ങിപ്പോകാതെ നിങ്കിലേക്ക് നോക്കി അനുഗ്രഹം പ്രാപിക്കുന്ന ഹല്ലേലൂയ വിശുദ്ധരായി തന്നെ ലോകത്തിൻ്റെ നാനാഭാഗത്തുമായിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദുഃഖാർത്തരായ വേദന അനുഭവിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്നതിൻ്റെ ആ ഒരു സമയത്ത് ശാരീരികമായ വേദനകളും മറ്റ് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ അവരനുഭവിക്കുമ്പോൾ അതിൽ ദുഃഖിച്ച് മനമെടുത്തു പോകാതെ അതൊരനുഗ്രഹമായി ഏറ്റെടുക്കുവാൻ അവരെ സഹായിക്കണമേ. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
ഞങ്ങളുടെ പ്രിയ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്കൂളും കോളേജും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന വരും ദിവസങ്ങളിൽ നടക്കുന്ന എക്സാം അനുഗ്രഹിക്കപ്പെട്ട നില അറ്റൻഡ് ചെയ്യുവാനും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സാം അനുഗ്രഹിക്കപ്പെട്ട ഒരു എക്സാമായി തീരുവാൻ കുഞ്ഞുങ്ങളെ സഹായിക്കണം. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിച്ച വിഷയത്തിൽ അവിടുന്ന് വിടുതൽ തന്നിരിക്കുക. സ്തോത്രം. ഒരിക്കൽ കൂടി ഇന്നത്തെ ദിനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെ എല്ലാ ശുശ്രൂഷകളെയും പ്രവൃത്തികളെയും അനുഗ്രഹിച്ചിരിക്കുക. നന്ദി. പ്രാർത്ഥന യാചന കേട്ടിരിക്കുക. സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ചിരാതിൽ തന്നുയിർനാളം പകരുവാനായി പ്രാർത്ഥനയിൽ വാസമായിടും. എണ്ണവറ്റിടുമെൻ ചിരാതിൽ തന്നുയിർനാളം പകരുവാനായി പ്രാർത്ഥനയിൽ വാസമായിടും. രക്ഷകൻ തൻ മാംസവും തിരുച്ചോരയും എന്നിൽ ജീവനായി പടരും. ഞാനൊരു പൊൻവിളക്കാകും. ഹൃദയക്കോവിലെന്നു നാഥൻ വന്നിടും നേരം നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും. അരികിൽ നാഥനരികിൽ ഞാനിരുന്നിടും. അതുല്യ സ്നേഹം ഒഴിയുമാ തിരുമൊഴികൾ കേട്ടിടും. ഹൃദയക്കോവിലെന്നു നാഥൻ വന്നിടും നേരം നോവുകളൊക്കെ ഞാൻ പങ്കുവച്ചിടും.